മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക് തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തും. 2 ടൗൺഷിപ്പിലും 10 സെന്റ് വീതം സ്ഥലം നൽകുക, മുഴുവൻ ഗുണഭോക്താക്കളുടെയും പട്ടിക പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെയും പ്രതിഷേധിക്കും. വിവരങ്ങളുമായി കമൽ ചേരുന്നു. ദുരന്തം ബാധിച്ചിട്ട് 7 മാസത്തോളമായി. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ഗുണഭോക്തൃ ലിസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിലുള്ള 242 പേരുടെ ഒരു ലിസ്റ്റ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ജോൺ മത്തായി സാറിൻ്റെ മാർക്കിൻ്റെ അകത്തും പുറത്തുള്ള ആശങ്കയുള്ള നിരവധി വീടുകളുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇറക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കും. 7 മാസം കഴിഞ്ഞിട്ടും ലിസ്റ്റ് ഇറക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു തോതിൽ ആശങ്കയുണ്ട്. ആ ആശങ്ക അകറ്റുക എന്നുള്ള ഒരു കാരണം. മറ്റൊന്ന്, ഈ എൽസൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 5 സെൻറ്റ് ഭൂമി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റം ഇതുവരെ കാണുന്നില്ല. അന്ന് തന്നെ പ്രഖ്യാപിച്ച അന്ന് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കളക്ടറേറ്റിൽ ഉൾപ്പെടെ മന്ത്രിനുൾപ്പെടെ കണ്ട് ഈ കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ഒരു മാറ്റം മാറ്റിയതായിട്ട് കാണുന്നില്ല. 10 സെൻറ്റിൽ കുറയാതെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. കമൽ ചേരുകയാണ് വിവരങ്ങളുമായി. കമൽ, വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചാണല്ലോ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇത് സർക്കാരിലേക്ക് അറിയിക്കാൻ ഇവർ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഈ പ്രതിഷേധം മാത്രമേ ഉള്ളൂ, അതോ മറ്റെന്തെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമോ? മോത്തി, ജനകീയ ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവുമായും റവന്യൂ മന്ത്രിയുമായും ഒക്കെ എല്ലാ കാര്യങ്ങളിലും അവർ കൂടി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുനരധിവാസം വൈകുന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. മറ്റൊന്ന്, 242 പേരുടെ ഒരു ഫേസിന്റെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഈ പൂർണ്ണമായും വീട് തകരാത്ത അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ അങ്ങനെയുള്ള നിരവധി പേരുണ്ട്. അവർ 2ാം ഘട്ടത്തിലാണ് വരിക. ആ പട്ടിക പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ കുറെ പേർ ആശങ്കയിലാണ്. അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു സ്ഥലത്ത് 5 സെന്റും ഒരു സ്ഥലത്ത് 10 സെന്റും എന്ന കാര്യം അംഗീകരിക്കാനാകില്ല. ചുരുങ്ങിയത് 10 സെന്റ് സ്ഥലം എല്ലാ ഗുണഭോക്താക്കൾക്കും കിട്ടണമെന്നുള്ളത് അക്കാര്യത്തിൽ സർക്കാരിൽ നിന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സൂചന എന്ന നിലയിൽ തിങ്കളാഴ്ച ഒരു ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്. വേണ്ടി വന്നാൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ പറയുന്നത്. ശരി.